ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം അമ്മയെ പൊരിവെയിലത്ത് ക്യൂവിൽ നിർത്തിയ ഒരു മാന്യദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് പോലും PR വർക്കിൻ്റെ ഭാഗമായി കാണുന്ന മകനെ കണ്ട് നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന കാലത്ത് ഇതാ മറ്റൊരമ്മയും മകനും. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കുളിർമയേകുന്ന കാഴ്ചയാണിത്. ജനാധിപത്യത്തിൽ തെല്ലുമേ വിശ്വാസമില്ലാത്ത സ്വന്തം അമ്മയെ ഇമേജ് വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായി മാത്രം കാണുന്ന ഒരു മകൻ പകപോക്കലിൻ്റെ ഭാഗമായി നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന അമ്മയുടെ മകനെ 51 ദിവസമാണ് ജയിലിനകത്തിട്ടിരുന്നത്. ജാമ്യം പോലും അനുവദിക്കരുത് എന്ന കടും പിടുത്തത്തോടു കൂടി ഒടുവിൽ സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ഇടക്കാല ജാമ്യം കിട്ടി. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതീക്ഷയായ അരവിന്ദ് കെജ്രിവാൾ എന്ന പോരാളി തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ അമ്മ സിന്ദൂരമണിയിച്ച് ആരതി ഒഴിഞ്ഞ് ഹാരമിട്ട് ആ മകനെ സ്വീകരിക്കുകയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും പാദങ്ങളിൽ നമസ്കരിച്ച് അരവിന്ദ് കെജ്രിവാൾ വീട്ടിലേക്ക് വീണ്ടും കാലെടുത്ത് വയ്ക്കുന്നത് ജനാധിപത്യ ധ്വംസനം നടത്തുന്ന ഏകാധിപതിയായ നരേന്ദ്രമോദിയെ പടിയിറക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടാകുന്നത്. നമ്മൾ എത്രയോ അഭിമുഖങ്ങളിൽ നരേന്ദ്രമോദി അമ്മയെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ എന്നതൊരു വലിയ വികാരമാണ്. ഏറ്റവും ഒടുവിൽ ടൈംസ് നൗവിന് കൊടുത്ത അഭിമുഖത്തിൽ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വിങ്ങിപ്പൊട്ടാൻ തുടങ്ങുന്ന നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്. നരേന്ദ്രമോദിക്ക് എല്ലാ സമയത്തും അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും അമ്മ എന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായിരുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ, സ്ത്രീകളുടെ മനസ്സിലേക്ക് ആ അമ്മയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു മകൻ എന്നുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നാടകം അദ്ദേഹം നിരന്തരമായി കളിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് ആ പാവം അമ്മയെ പൊരിവെയിലത്ത് ക്യൂവിൽ നിർത്തിയത് നരേന്ദ്രമോദി. ആ അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഫോട്ടോഗ്രാഫർമാരെയും കൊണ്ട് ചുറ്റും നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത്, ഫോട്ടോഷൂട്ട് നടത്തുന്ന മറ്റൊരാളെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നാം ആലോചിക്കേണ്ട കാര്യം, അങ്ങനെ അമ്മയെക്കുറിച്ച് എപ്പോഴും നാട്ടുകാരുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാൾ എന്ന മനുഷ്യൻ്റെ അമ്മയെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചിരുന്നു. ആ അമ്മയ്ക്ക് ആ മകനെക്കുറിച്ചോർത്ത അഭിമാനം തന്നെയായിരുന്നു. ആ മകനെയാണ് രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ഒരു തെളിവുകളുമില്ലാതെ 51 ദിവസം ജയിലിലിട്ടിരുന്നത്. ഇനിയും അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരും. കാരണം തെളിവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സൃഷ്ടിക്കപ്പെട്ട തെളിവുകളൊക്കെ പൂർണ്ണമായാലല്ലേ വിചാരണയൊക്കെ തുടങ്ങാൻ പറ്റൂ. പക്ഷേ ഒരു കാര്യം ഓർക്കുക, അരവിന്ദ് കെജ്രിവാളിനെ അകത്തിടാനുള്ള നരേന്ദ്രമോദിയുടെ തീരുമാനം വർത്തമാനകാല രാഷ്ട്രീയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മണ്ടൻ തീരുമാനമായിരുന്നു എന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ദിനം തന്നെ ബോധ്യപ്പെട്ടു. ഒരുപാട് വൈകാരിക നിമിഷങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്തരം ആ വൈകാരിക നിമിഷങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നതായിരുന്നു അരവിന്ദ് കെജ്രിവാൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ കണ്ട ഈ കാഴ്ച. ആ കാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ടാകുന്നത് അമ്മയെ ഉപയോഗിച്ച് തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും 4 വോട്ട് നേടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പകപോക്കലിൻ്റെ ഭാഗമായി ജയിലിലിട്ടിരുന്ന മറ്റൊരു മനുഷ്യൻ്റെ അമ്മയുമായുള്ള ഒത്തുചേരലാണ് ഇതിനെ വൈകാരികമായ ഒന്നാക്കി മാറ്റുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഈ അമ്മയുടെ ആ നിൽപ്പുണ്ടല്ലോ, ആ അമ്മയുടെ ആ സന്തോഷമുണ്ടല്ലോ, ആ അമ്മയുടെ കണ്ണിൽ നിന്ന് പൊടിഞ്ഞ ആ കണ്ണുനീരുണ്ടല്ലോ, ആ കണ്ണുനീർ മതിയാകും ഈ രാജ്യത്തെ സ്ത്രീജനങ്ങൾ ഒന്നിച്ചൊന്നായി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ അവസാനം കുറിക്കുന്ന ജനാധിപത്യ തീരുമാനമെടുക്കാൻ. ഇന്ത്യ സഖ്യത്തോട് ഇന്നലെ വരെ ആരാ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചിരുന്നവർ ഇപ്പോൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന്. ഏതെങ്കിലും ഒരു ചോട്ട നേതാവല്ല ഇത് ഉറക്കെ പറയുന്നത്. സംഘികളുടെ ചാണകതന്ത്രജ്ഞനായ സാക്ഷാൽ അമിത്ഷാ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പോരാട്ടമാണ് എന്ന് BJPക്ക് സമ്മതിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ 3 ഘട്ട പോളിംഗിൻ്റെ യഥാർത്ഥ എക്സിറ്റ് പോളാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവ് എങ്ങനെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാധീനിച്ചത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ്.
തെലങ്കാനയിലായിരുന്നു അമിത്ഷായും രാഹുൽ ഗാന്ധിയും ഉള്ളത്. അവിടെയാണ് ഈ പോരാട്ടം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് എന്ന് അമിത്ഷായ്ക്ക് പറയേണ്ടി വരുന്നത്. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ജിഹാദും നരേന്ദ്രമോദിയുടെ വോട്ട് വികാസം തമ്മിലുള്ള പോരാട്ടമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജിഹാദിന് ശ്രമിക്കുന്നത് ആര് എന്നുള്ളത് ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാലത്ത്, രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നത് ഈ രാജ്യത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്ന കാലത്ത് BJPക്ക് അവരുടെ നരേറ്റീവ് മാറ്റേണ്ടി വരുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ് എന്നുള്ളത് വരച്ചു കാട്ടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നരേന്ദ്രമോദി അംബാനിയെയും അദാനിയെയും കോൺഗ്രസുമായി ചേർത്ത് വെച്ച് നടത്തിയ ആ പരാമർശത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധി പുറത്തുവിട്ട 45 സെക്കൻഡുള്ള ആ വീഡിയോ കോടിക്കണക്കിന് മനുഷ്യരാണ് മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടത്. നരേന്ദ്രമോദിയൊക്കെ സോഷ്യൽ മീഡിയയിലെ സൂപ്പർ സ്റ്റാറാണ് എന്ന് സംഘികൾ പാടി നടക്കുമ്പോഴും മോദിയൊന്നും തലയും കുത്തി നിന്നാലും കിട്ടാത്ത വിധത്തിലുള്ള വലിയ പ്രചാരമാണ് രാഹുൽ ഗാന്ധിയുടെ ആ കൊച്ചു വീഡിയോയ്ക്ക് കിട്ടിയത്. ഇൻസ്റ്റാഗ്രാമിലായാലും ട്വിറ്ററിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ തരംഗമായി ഓടുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആ വീഡിയോ. അപ്പോൾ അതിന് പിന്നാലെ അദ്ദേഹം പുതിയൊരു വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട്. യുവാക്കളെ ലക്ഷ്യം വെച്ച് അവർക്ക് ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ 30 ലക്ഷം ജോലികൾ നൽകുന്ന ആ റിക്രൂട്ട്മെൻറ്റ് പദ്ധതി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം. അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായി വോട്ട് ചെയ്യണമെന്ന് ചെറുപ്പക്കാരോട് അഭ്യർത്ഥിക്കുന്ന വീഡിയോ. ആ വീഡിയോയ്ക്കും കിട്ടുന്ന പിന്തുണ ചെറുതല്ല. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിലായാലും അദ്ദേഹം പുറത്തുവിടുന്ന ഷോർട്ട് വീഡിയോകളിലായാലും ഒക്കെ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെയും സാധാരണക്കാരെയും നിരന്തരമായി ആകർഷിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് പോരാട്ടം നടക്കുന്നത്. രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് എന്ന് സാക്ഷാൽ അമിത്ഷായ്ക്ക് തന്നെ പറയേണ്ടി വരുന്നത്. അവിടെ BJPയുടെ ഒരു വലിയ കീഴടങ്ങലാണ്. രാഹുൽ ഗാന്ധിയെ ഒരു ഘട്ടത്തിലും BJP അംഗീകരിച്ചിരുന്നില്ല. പേടിച്ചു തൂറിയാണ്, ഒളിച്ചോടുന്നയാളാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ മുങ്ങിക്കളയുന്നയാളാണ്, ഒരു നേതാവല്ല, പറ്റിപ്പുകാരനാണ്, കുടുംബാധിപത്യത്തിൻ്റെ ഒരു കണ്ണി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് ഒടുവിൽ 3 ഘട്ടങ്ങൾ കഴിയുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന് ഉറപ്പാകുമ്പോൾ രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദിയുടെ അപ്പുറത്ത് വശത്ത് നിർത്തുകയാണ് BJP. ഈ പോരാട്ടം രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലാണ് എന്ന് അവർ സമ്മതിക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ നരേന്ദ്രമോദി ആയാലും ഈ അമിത്ഷാ ആയാലും BJPയുടെ ചോട്ടാ നേതാക്കന്മാരായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യ സഖ്യത്തിന് നേതാവില്ല, ഇന്ത്യ സഖ്യത്തിന് ആരായിരിക്കും പ്രധാനമന്ത്രി, അവർക്ക് 5 വർഷം 5 പ്രധാനമന്ത്രിമാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ഇടത്തു നിന്ന് രാഹുൽ ഗാന്ധിയാണ് നരേന്ദ്രമോദിയുടെ എതിരാളി എന്ന് BJPക്ക് തന്നെ പ്രഖ്യാപിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വലിയ ഇമ്പാക്റ്റ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് മെല്ലെ മെല്ലെ മൊമെൻറ്റം കാത്തു സൂക്ഷിച്ച് 3 ഘട്ടം വരെയും BJPയെ പ്രതിരോധത്തിലാക്കിയത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണത്.